കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയല്ല. 5429 കോടി രൂപ ഖജനാവിൽ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് പുതിയ സർക്കാരിന് പുതിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകാൻ കഴിയുന്നത് എന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കുന്നു. ധനവകുപ്പിന് ലഭിച്ച വിവരാവകാശ രേഖ പ്രകാരമുള്ള മറുപടിയിലാണ് 5429 രൂപ ഖജനാവിൽ ബാക്കിയുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നത്. കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്നും എല്ലാം നശിപ്പിച്ച് തീർത്ത് എല്ലാം ഇല്ലാതാക്കിയതിന് ശേഷമാണ് ഇടതുപക്ഷ സർക്കാർ ഇറങ്ങിപ്പോയത് എന്നുമുള്ള AK ആന്റണിയുടെ പ്രസ്താവന വിവാദമായിരുന്നു. അതുപോലെ മുസ്ലിം ലീഗ് നേതാവ് PMA സലാമും ഇതേ കാര്യം തന്നെ ആരോപിച്ചിരുന്നു. ഇതിന് വിവരാവകാശ രേഖ പ്രകാരം ഒരാൾ നൽകിയ ചോദ്യത്തിനാണ് 5429 രൂപ ഖജനാവിൽ ബാക്കിയുണ്ട് എന്നുള്ള മറുപടി ലഭിക്കുന്നത്. പുതിയ സർക്കാരിന് പ്രവർത്തിക്കാനുള്ള എല്ലാവിധ പണവും ബാക്കിയുണ്ട് എന്നുള്ള കാര്യം നേരത്തെ CPM നേതാവ് MV ജയരാജനും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ കടം കൊടുത്തു തീർക്കേണ്ടത്, അതുപോലെ തന്നെ അധിക ബാധ്യത വരുത്തിവെക്കുന്നതുമായ നിരവധി കാര്യങ്ങൾ ചെയ്ത് അതൊക്കെ തന്നെ പുതിയ സർക്കാരിൻ്റെ തലയിൽ വെച്ചിട്ടാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോയത് എന്നുള്ള ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. നേരത്തെ ചെയ്ത പദ്ധതികളുമായി ബന്ധപ്പെട്ട് കടം കൊടുത്തു തീർക്കാനുള്ളത്, കിഫ്ബിയുമായി ബന്ധപ്പെട്ട കടം കൊടുത്തു തീർക്കൽ, അങ്ങനെ അനവധി പദ്ധതികൾ ബാക്കിയാണ്. ഇതൊക്കെ തന്നെ പുതിയ സർക്കാരിൻ്റെ തലയിൽ വലിയ ഭാരമാണ് ഏൽപ്പിക്കുന്നത് എന്ന തരത്തിലായിരുന്നു UDF നേതാക്കളുടെയും മുഖ്യമന്ത്രി VD സതീശന്റെയും പ്രസ്താവന. 5429 കോടി രൂപ കൊണ്ട് പ്രാഥമികമായി ഒന്നും ചെയ്യാനാകില്ല എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. കൂടുതൽ പണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു, കേന്ദ്ര സഹായം അടിയന്തരമായി ലഭിക്കേണ്ടിയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും ഇപ്പോൾ ചർച്ചയാവുകയാണ്. സാമ്പത്തികമായി ഏറ്റവും തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഖജനാവ് ഏറ്റെടുക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കൂടിയായ VD സതീശൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എങ്കിലും ഏതെങ്കിലും തരത്തിൽ പണം അഡ്ജസ്റ്റ് ചെയ്ത് പദ്ധതികളൊക്കെ തന്നെ പൂർത്തീകരിക്കുമെന്നും നടപ്പിലാക്കുമെന്നും ജനങ്ങൾക്ക് വേണ്ട ക്ഷേമ പദ്ധതികൾ, ക്ഷേമ പെൻഷൻ, അതുപോലെ ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ ഒക്കെ കൃത്യമായി നൽകും എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. മാത്രമല്ല KSRTCയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ജീവനക്കാർക്കോ പെൻഷൻകാർക്കോ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന കാര്യം ഗതാഗത മന്ത്രി CP ജോണും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരത്തിൽ ഖജനാവിൽ ഇത്രയും പണം ബാക്കിയുണ്ടെങ്കിലും പ്രാഥമികമായി പല കാര്യങ്ങളും ചെയ്യാനാകുമെന്നും അതിനു വേണ്ട എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കണം എന്നും പ്രതിപക്ഷം പറയുന്നു. മുൻ ധനമന്ത്രിയുടെ പിടിപ്പില്ലായ്മയും കൃത്യമായ ഏകോപനമില്ലായ്മയുമാണ് ഇത്ര വലിയ കടക്കണിയിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും സംസ്ഥാനത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ള കാര്യം നേരത്തെ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ VD സതീശൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. കൃത്യമായി കേന്ദ്ര ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിൽ വന്ന അപര്യാപ്തത, അതുപോലെ തന്നെ കൃത്യമായി ഏകോപനമില്ലായ്മ, നടപടിയില്ലായ്മ, ധൂർത്ത്, സ്വജനപക്ഷപാതം, ആവശ്യമില്ലാതെ ആളുകളെ നിയമിക്കൽ, അനാവശ്യമായി പലർക്കും ശമ്പളം കൂട്ടിക്കൊടുക്കൽ, പലരെയും നിയമിച്ച് അവർക്ക് വീണ്ടും ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു, റിട്ടയർഡ് ആയവരെ തന്നെ വീണ്ടും ഓരോരോ സ്ഥാനങ്ങളിൽ വെച്ച് അവർക്ക് ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്നു തുടങ്ങിയവയൊക്കെ തന്നെ അന്ന് പ്രതിപക്ഷത്തായിരുന്ന UDF ആരോപണമായി ഉയർത്തിയിരുന്നു. ഈ 5429 കോടി രൂപ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ നിലകൊള്ളുന്നത്. എന്നാലും വലിയ പ്രതിസന്ധിയില്ലാതെ പ്രാഥമികമായി കടന്നു പോകാമെന്നും മറ്റ് വരുമാന മാർഗങ്ങളൊക്കെ തന്നെ തേടിക്കൊണ്ട് കൂടുതൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ലോട്ടറിയിൽ നിന്നും ബെവ്കോയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട വരുമാനം അല്ലാതെയുള്ള വരുമാനം കണ്ടെത്തൽ, റവന്യൂ വകുപ്പിൽ നിന്ന്, പഞ്ചായത്തിൽ നിന്ന് ഒക്കെയുള്ള നികുതി കുടിശ്ശിക പിരിച്ചെടുക്കൽ തുടങ്ങിയ പരിപാടികളുമായി സർക്കാർ മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. അതിനിടയിലാണ് 5429 കോടി രൂപ ഖജനാവിൽ ബാക്കിയുണ്ട് എന്നുള്ള വിവരാവകാശ രേഖ പുറത്തു വരുന്നത്. നേരത്തെ 4000-ലധികം കോടി രൂപ ഖജനാവിൽ ബാക്കിയുണ്ട് എന്ന തരത്തിൽ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അത് ഏകദേശ കണക്കാണെന്നും കൃത്യമായ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ മുൻ ധനമന്ത്രി പറയുന്നത്. പൂച്ചപെറ്റ് കിടക്കുകയല്ല, കൃത്യമായി എല്ലാ പദ്ധതികൾക്കും പ്രാഥമികമായി നടപ്പിലാക്കാനുള്ള പണം ബാക്കിയുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.